ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശ്യാമ റൂമിലേക്ക് വരുന്നു. ബെഡിലേക്ക് എല്ലാ കളിപ്പാട്ടങ്ങളും നിരത്തിയിട്ടിട്ട് പപ്പി പോയതിനെ കുറിച്ച് ദേഷ്യത്തോടെ ശ്യാമ പറയുന്നു. ഈ പെൺകുച്ചിനോട് ഞാൻ എപ്പോഴും പറയുന്നതാണ്, കളിയെല്ലാം കഴിഞ്ഞ് അതെല്ലാം അതാത് സ്ഥാനത്ത് വെക്കണമെന്ന്. എത്ര പറഞ്ഞാലും കേൾക്കില്ല. ഇത് പപ്പി എന്ന് പറഞ്ഞ് ശ്യാമ ഉറക്കെ വിളിക്കുന്നു. കുറച്ചു നേരം വിളിച്ചു കഴിയുമ്പോ പപ്പി അവിടേക്ക് ഓടിയെത്തി. അമ്മേ, അമ്മ എന്നെ വിളിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് പപ്പി അരികിലേക്ക് എത്തി. പപ്പി അരികിലേക്ക് വന്നതും ശ്യാമ പറഞ്ഞു, അയ്യോ ഞാൻ വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞതും പപ്പി പറഞ്ഞു, ഞാൻ അമ്മ വിളിച്ചതായിട്ട് കേട്ടല്ലോ, അതാ ഞാൻ വന്നത്. അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു, ആണോ, അപ്പോ നീ കേട്ടതാണല്ലേ, പിന്നെന്തിനാ നീ ചോദിച്ചത് എന്നാ ശ്യാമയുടെ ചോദ്യം കേട്ട് പപ്പി ചോദിച്ചു. അപ്പോ അമ്മ ജി.കെ പറഞ്ഞതാ അല്ലേ? അത് കേട്ടതും അതിശയത്തോടെ പപ്പിയോട് ശ്യാമ ചോദിച്ചു, ജി.കെയോ, അതെന്താ എന്ന പപ്പിയോടുള്ള ചോദ്യം കേട്ട് ഉടനെ പപ്പി മറുപടി നൽകി, അമ്മേ ജസ്റ്റ് കിഡിങ്, ഇതുപോലെ തമാശകൾ കാണിച്ചു കഴിയുമ്പോ സത്യ പറയുന്നതാണ് ജസ്റ്റ് കിഡിങ് എന്ന്. അതാ ഞാൻ അമ്മയോട് ചോദിച്ചത് എന്ന് അറിയിച്ചു. അല്ലമ്മേ, ആരാമ്മേ കളക്ടർ എന്ന ഉടനെ തന്നെ പപ്പി ശ്യാമയോട് സംശയം ചോദിച്ചു. അത് കേട്ടതും പപ്പിയോട് ശ്യാമ ചോദിച്ചു, അല്ല എന്തിനാ മോളിപ്പോ കളക്ടറെ കുറിച്ച് അന്വേഷിക്കുന്നത്, എന്താ കാര്യം എന്ന് അന്വേഷിച്ചു. അപ്പോഴാണ് പപ്പി പറഞ്ഞു, അത് പിന്നെ സത്യാമ്മ പറഞ്ഞു, നമ്മുടെ ഹോട്ടലിന്റെ ഫംഗ്ഷന് ചീഫ് ഗസ്റ്റ് ആയിട്ട് കളക്ടർ വരുന്നുണ്ടെന്ന്. കളക്ടർ എന്ന് പറഞ്ഞ വലിയ ഉദ്യോഗസ്ഥയാണോ അമ്മേ എന്ന പപ്പിയോ വീണ്ടും ശ്യാമയോട് സംശയം ചോദിച്ചു. അത് കേട്ട ശ്യാമ അല്പനേരത്തേക്ക് ആലോചിച്ചിരുന്നിട്ട് മനസ്സിൽ പറഞ്ഞു, അതേ മോളെ, മോളുടെ അമ്മ തന്നെയാ കളക്ടർ, നിനക്ക് ജന്മം തന്ന നിന്റെ പെറ്റമ്മ. അപ്പോഴേക്കും പപ്പി വീണ്ടും പറഞ്ഞു, അമ്മേ സത്യയുടെ അമ്മ വലിയ ഏതോ ഉദ്യോഗസ്ഥയാണെന്നാ അവൾ പറയാറുള്ളത്. എന്റെ അമ്മയും കളക്ടർ ആയാൽ മതിയായിരുന്നോ? അത് കേട്ട ഉടനെ ശ്യാമ ഞെട്ടലോടെ നോക്കി. അതെന്താ മോളെ, ഞാൻ നിന്റെ അമ്മയായത് നിനക്ക് ഇഷ്ടായില്ലേ എന്ന് ചോദിച്ചു. ഉടനെ പപ്പി പറഞ്ഞു, അതല്ലമ്മേ, എല്ലാവരുടെയും മുന്നിൽ എനിക്ക് രമയോടെ പറയാമായിരുന്നല്ലോ എന്റെ അമ്മ കളക്ടറാണെന്ന് എന്ന് പപ്പി പറഞ്ഞത് കേട്ട് ശ്യാമ മനസ്സിൽ വല്ലാത്ത വേദനയോടെ ഓർത്തു. എന്റെ കുഞ്ഞേച്ചി, സ്വന്തം മോള് തന്നെ അമ്മയെ കുറിച്ച് ഓർമ്മിക്കുന്നത് കണ്ടില്ലേ എന്ന അതിശയത്തോടെ ശ്യാമ മനസ്സിൽ അങ്ങനെ ചിന്തിച്ചു. ശ്യാമ അത് ഓർത്തങ്ങനെ ഇരിക്കുമ്പോ പപ്പിമോള് ചോദിച്ചു, അമ്മേ ഈ കളക്ടർ എന്ന് പറഞ്ഞാൽ വലിയ ആളാണോ അമ്മേ? ഉടനെ ശ്യാമ പറഞ്ഞു, അതേ മോളെ. പിന്നീട് ശ്യാമ ബാക്കി മറുപടി മനസ്സിൽ അങ്ങനെ പറഞ്ഞു, അതേ മോളെ, വലിയ ആളെന്ന് പറഞ്ഞാൽ വലിയ മനസ്സിന്റെ ഉടമയാണ് എന്ന ശ്യാമ മറുപടിയായി മനസ്സിൽ അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടാണല്ലോ എന്റെ പൊന്നുമോളെ നിന്നെ എനിക്ക് തന്നത്. ആ അമ്മ നിന്നെ എനിക്ക് തന്ന് എന്റെ കുഞ്ഞായി എനിക്ക് വളർത്താനായി നിന്നെ തന്നത് വലിയ മനസ്സിന്റെ ഉടമയായതുകൊണ്ടല്ലേ എന്ന ശ്യാമ മനസ്സിൽ അങ്ങനെ ചിന്തിക്കുമ്പോ പപ്പി പറഞ്ഞു, എന്റെ അമ്മയും കളക്ടർ ആയാൽ മതിയായിരുന്നു. അപ്പോഴേക്കും ശ്യാമ ചോദിച്ചു, ഞാൻ മോളുടെ അമ്മയാകണ്ടായിരുന്നോ? മോൾക്ക് ഈ അമ്മയെ ഇഷ്ടമില്ലേ എന്ന ശ്യാമ വിഷമത്തോടെ ചോദിച്ചതും പപ്പി പറഞ്ഞു, അല്ല, അമ്മ കളക്ടർ ആയാൽ മതി, അപ്പൊ കുഴപ്പമില്ലല്ലോ എന്ന ശ്യാമയോട് പപ്പി മറുപടി നൽകി. അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു, എനിക്ക് കളക്ടർ ഒന്നും ആകണ്ട, എനിക്ക് എന്റെ പപ്പി മോളുടെ അമ്മയായാ മതി എന്ന് പറഞ്ഞ് ശ്യാമ പപ്പിയോട് സംസാരിച്ചതും ശ്യാമയുടെ കണ്ണുകൾ നിറഞ്ഞു. അത് കണ്ട ഉടനെ പപ്പി പറഞ്ഞു, വേണ്ട, എന്റെ അമ്മയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ അമ്മ കളക്ടർ ആവേണ്ട, എന്റെ അമ്മയായാ മതി. എന്റെ അമ്മയാണ് ഈ ഇരിക്കുന്ന അമ്മ, ഈ അമ്മയുടെ മോളാണ് ഈ ഞാൻ, എന്താ അതുപോരെ എന്ന് പപ്പി ശ്യാമയോട് ചോദിച്ചതും മതി മോളെ എന്ന് പറഞ്ഞ് ശ്യാമ പപ്പിയെ കെട്ടിപ്പിടിച്ച് കരയുന്നു. അത് കണ്ടതും പപ്പിയുടെ മനസ്സിനും വിഷമമായി. അമ്മ എന്തിനാ കരയുന്നത്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടാണോ? എന്നാ എന്റെ അമ്മ കളക്ടറൊന്നും ആകണ്ട കേട്ടോ എന്ന് പറഞ്ഞ് എന്നും ഈ അമ്മയുടെ മോളായാ മതി എനിക്ക് എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ ശ്യാമയെ കെട്ടിപ്പിടിച്ചു. ശ്യാമയും പപ്പിയെ ചേർത്ത് പിടിച്ച് അങ്ങനെ കരയുമ്പോ ശ്യാമ മനസ്സിൽ പ്രാർത്ഥിച്ചു, എന്റെ ഭഗവാനെ, എന്റെ ദേവി, എനിക്ക് എന്റെ ഏത് സങ്കടവും ഞാൻ സഹിക്കും, ഇനി എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഞാൻ സഹിക്കും, പക്ഷെ എന്റെ പൊന്നുമോളെ മാത്രം നീ എനിക്ക് നഷ്ടപ്പെടുത്തരുതേ. ഇവളെ എനിക്ക് നഷ്ടപ്പെടുത്താനാവില്ല. അതുകൊണ്ട് എന്നും ഇവൾ എനിക്ക് മാത്രം സ്വന്തമായി എന്റെ അരികിൽ ഉണ്ടാവണേ എന്റെ പൊന്നുമോള് എന്ന് ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്യാമ മോളെ ചേർത്ത് പിടിക്കുന്നു. അങ്ങനെ ശ്യാമ മോളെ ചേർത്ത് പിടിച്ചങ്ങനെ നിൽക്കുമ്പോഴാണ് ശാരദാമ്മയുടെ ഫോണിലേക്ക് കോള് വന്നത്. ശാരദാമ്മ കോൾ അറ്റൻഡ് ചെയ്തതും, ശരി ശശികലെ, ഞാൻ സംസാരിച്ചോളാം, ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് നീ ഫോൺ വെച്ചോ എന്ന്
ശാരദാമ്മ പറയുന്നു. അങ്ങനെ ശാരദാമ്മ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അപ്പുറത്ത് മാറി നിന്ന് അതെല്ലാം ശ്രദ്ധിച്ച് അതെല്ലാം കേട്ടങ്ങനെ ഇരിക്കുകയാണ് ഗോപാലകൃഷ്ണൻ. ഫോൺ വെച്ചിട്ടും ശാരദാമ്മയുടെ ഗോപാലകൃഷ്ണൻ ചോദിച്ചു, എന്താ എന്താ ശാരദേ, അവരെന്താ പറഞ്ഞത്? നാളെ തന്നെ അവർ വരുവോ എന്ന് ചോദിച്ചതും ശാരദാമ്മ പറഞ്ഞു, അതെ ഗോപാലേട്ടാ, നാളെ അവർ വരുമെന്ന് നിർബന്ധം പറഞ്ഞിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ പറയാനൊരു സാവകാശവും കിട്ടിയില്ല. ഞാൻ എങ്ങനെ ഇത് അവളോട് പറയും എന്ന് ചോദിച്ചു. അപ്പോഴാണ് ശാരദാമ്മയോട് ഗോപാലകൃഷ്ണൻ പറഞ്ഞത്, ശാരദേ, നീ പറയാതിരുന്നാൽ എങ്ങനെയാണ്? അവളക്കാര്യം അറിയട്ടെ, അതല്ലേ വേണ്ടത്. എന്തായാലും നീ പറ എന്ന് ഗോപാലകൃഷ്ണൻ നിർബന്ധം പിടിക്കുമ്പോ ശാരദാമ്മ പറഞ്ഞു, എങ്കിലും ഗോപാലേട്ടാ, ഇന്നേ വരെ ഞാൻ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് വീണ്ടും ശാരദാമ്മ സംശയത്തോടെ പറയുമ്പോ ഗോപാലകൃഷ്ണൻ പറഞ്ഞു, ശാരദേ, നീ മറ്റൊന്നും ചിന്തിക്കേണ്ട, ഒരു കാര്യം മാത്രം നീ ആലോചിച്ചാൽ മതി. നമ്മുടെ മോളല്ലേ, അവളോട് നമ്മളെ ഒരു കാര്യം പറയുന്നു, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞതും ശാരദാമ്മ പറഞ്ഞു, എന്നാലും ഞാൻ ഇന്നേ വരെ അവളോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഗോപാലേട്ടാ, ഇതൊരു റെക്കമെൻഡേഷൻ ആവില്ലേ എന്ന് ചോദിച്ചതും ഗോപാലകൃഷ്ണൻ പറഞ്ഞു, എന്ത് റെക്കമെൻഡേഷൻ? നമ്മുടെ മോളായതുകൊണ്ട് നമ്മളൊന്ന് ഒരു കാര്യം കാണിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. അല്ലാതെ അതിൽ കൂടുതലൊന്നും നീ ആലോചിക്കേണ്ട ശാരദേ. നീ എന്തായാലും ഒരു സാവകാശം കിട്ടുമ്പോ അവളോട് ഇക്കാര്യം പറ. ഒന്നും അല്ലെങ്കിലും ഒരു സമയത്ത് നിന്നെ അവർ ഒത്തിരി സഹായിച്ചതല്ലേ എന്ന്, നിനക്ക് താങ്ങും തണലുമായി നിന്നവരല്ലേ എന്നെല്ലാം ശാരദാമ്മയോട് ഗോപാലകൃഷ്ണൻ പറഞ്ഞു. എന്നാ ശരി ഗോപാലേട്ടാ, ഞാനൊന്ന് പറഞ്ഞു നോക്കാം. ഇപ്പോ അവളുടെ തിരക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകുമോ എന്ന് ആലോചിച്ചുകൊണ്ട് ശാരദാമ്മ വേഗം ശാലിനി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക്, ശാലിനി അവിടെ ഒഫീഷ്യലായി സംസാരിക്കുന്നിടത്തേക്ക് പോകാനൊരുങ്ങി. അപ്പോഴാണ് അവിടെ പോലീസുകാർ വന്ന് ശാലിനിയുടെയും സത്യമോളുടെയും അരികിൽ നിൽക്കുകയും ശാലിനിയോട് ശ്രീരഞ്ജിനി മേഡം ചോദിച്ചു, അപ്പോ ശാലിനി മേഡത്തിന്റെ കുറച്ച് തീരുമാനം തന്നെയാണോ, ഫൈനൽ ഡിസിഷൻ ആണോ ഇത് എന്ന് ചോദിച്ചതും അതെ, നോ, എ ബിഗ് നോ എന്ന് വീണ്ടും ശാലിനി മറുപടി നൽകി. അത് കേട്ടതും ശ്രീരഞ്ജിനി മേഡത്തിന്റെ മുഖമാകെ വാടുന്നു. ആകെ വിഷമത്തോടെ ശ്രീരഞ്ജിനി മേഡം നിന്നു. അപ്പോഴാണ് ശാരദാമ്മ വാതുക്കലേക്ക് എത്തിയത്. ശാരദാമ്മ വന്ന് നോക്കുമ്പോ അപ്പോഴും അവിടെ എന്തോ സംസാരം നടക്കുന്നെന്ന് തോന്നിയതോടെ ശാരദാമ്മ പോകാൻ ഒരുങ്ങിയപ്പോ ശ്രീരഞ്ജിനി മേഡം ശാരദാമ്മയെ കണ്ടു. ശ്രീരഞ്ജിനി മേഡം പെട്ടെന്ന് ശാരദാമ്മയെ വിളിച്ചു, ശാരദാമ്മേ, ഒന്നിങ്ങി വന്നേ എന്ന് വിളിച്ചതും ശാരദാമ്മ പറഞ്ഞു, അല്ല, നിങ്ങൾ എന്തെങ്കിലും ഓഫീസുകാരിയോ സംസാരിക്കുന്നെങ്കിൽ അത് കഴിഞ്ഞോട്ടെ എന്ന് കരുതിയാ ഞാൻ പോകാൻ തുടങ്ങിയത് എന്ന് ശാരദാമ്മ പറഞ്ഞു. ഉടനെ ശ്രീരഞ്ജിനി മേഡം പറഞ്ഞു, അത് കഴിഞ്ഞു ശാരദാമ്മേ, ഒഫീഷ്യൽ ആയിട്ടുള്ള ചർച്ചയൊക്കെ കഴിഞ്ഞു, ഇനി അല്പം പേഴ്സണൽ ആകാം, ശാരദാമ്മ ഇങ്ങി വന്നേ എന്ന് പറഞ്ഞ് ശാരദാമ്മയെ വിളിക്കുന്നു. ശാരദാമ്മ അരികിലേക്ക് വന്നതും ശ്രീരഞ്ജിനി മേഡത്തെ നോക്കിയിട്ട് പറഞ്ഞു, ആഹാ, മോളെ കണ്ടിട്ട് കുറെ നാളായല്ലോ. അല്ല, മോളുടെ ജോലിയൊക്കെ മാറിയും തോന്നുന്നല്ലോ, വലിയ ഉദ്യോഗമായല്ലേ, നീ തൊപ്പിയുടെ ഒക്കെ കളറൊക്കെ മാറിയല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ചിരിച്ചുകൊണ്ട് ശ്രീരഞ്ജിനി മേഡം പറഞ്ഞു, അതെ ശാരദാമ്മേ, ഞാനിപ്പോ അന്നത്തെ ACP എന്നുള്ള പദവിയിൽ നിന്ന് ഇപ്പൊ ADGP ആയിരിക്കുന്നു, അത്രേ ഉള്ളൂ മാറ്റം. അതുകൊണ്ട് ചുമതലയെ കൂടിയപ്പോ ഉത്തരവാദിത്തങ്ങളും കൂടി എന്ന് ശാരദാമ്മയോട് ശ്രീരഞ്ജിനി മേഡം പറഞ്ഞു. അത് കേട്ട് ശാരദാമ്മ സന്തോഷത്തോടെ, എന്തായാലും നന്നായി മോളെ എന്നൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കുമ്പോ ശാരദാമ്മയുടെ ശ്രീരഞ്ജിനി മേഡം പറഞ്ഞു, അതെ, ഞാൻ വന്നതും അതുപോലെ ഒരു കാര്യം സംസാരിക്കാനാണ് എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു, അമ്മേ, ഈ ഇരിക്കുന്ന ആളാരാണെന്ന് അറിയാവോ? നമ്മുടെ സംസ്ഥാനത്തിന്റെ വളരെ വേണ്ടപ്പെട്ട ആളുകളിൽ പ്രധാനിയാണ് ഈ ഇരിക്കുന്ന ലഫ്റ്റനന്റ് ADGP. അത് കേട്ട ഉടനെ ശ്രീരഞ്ജിനിയെ നോക്കി ശാലിനി പറഞ്ഞതും ശാരദാമ്മയ്ക്കൊന്നും മനസ്സിലായില്ല. അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, എന്റെ അമ്മയ്ക്ക് ഒന്നും മനസ്സിലായില്ല അല്ലെ? രാഷ്ട്രീയക്കാരും പ്രമുഖ വ്യക്തികളുമൊക്കെ അവർക്ക് നിർണായകമായ നിമിഷത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടി വരുമ്പോ അവർ കൃത്യമായി ഉപദേശം തേടുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു ബുദ്ധി കേന്ദ്രം, അത് ആ സ്ഥാനത്താണ് ഇപ്പോ ശ്രീരഞ്ജിനി മേഡം ഉള്ളത്. ശ്രീരഞ്ജിനി ചേച്ചി നമ്മുടെ നാടിന് തന്നെ വളരെ വേണ്ടപ്പെട്ട ആളുകളിൽ ഒരാളായി മാറിയിരിക്കുകയാണ്. നമ്മുടെ സർക്കാരിന് ചില കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചാൽ, ചിലരുടെ ബിസിനസ് കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ സംഭവിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നേരിടുകയോ സർക്കാരിന് മറ്റു സർക്കാരുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയോ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഒരു നയപരമായിട്ട് എല്ലാം സംസാരിച്ച് അവിടെ കൺവിൻസ് ചെയ്യിക്കാനും ആ പ്രശ്നങ്ങളെ അവിടെ ഉണ്ടാകാനുള്ള അത്തരം പ്രശ്നങ്ങളെ അവിടെ ഉണ്ടാകാനുള്ള യുദ്ധസമാനമായിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി സർക്കാർ നിയോഗിച്ചിരിക്കുന്ന ആളാണ്. അങ്ങനെ ഒരു നിയുക്ത പദവിയാണ് ശ്രീരഞ്ജി ചേച്ചിക്ക് ഇപ്പോഴുള്ളതമ്മേ എന്ന് ശാലിനി പറഞ്ഞു. ഇതെല്ലാം കേട്ടതോടെ സന്തോഷമായി മോളെ എന്ന് പറഞ്ഞ് ശാരദാമ്മ ശ്രീരഞ്ജിനി മേഡത്തെ നോക്കിയതും ശ്രീരഞ്ജിനി മേഡം പറഞ്ഞു, ശാരദാമ്മേ, ശാലിനി പറയുന്നതൊക്കെ അത്ര കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ
ഞാൻ ഇപ്പോ വന്നത് തന്നെ അതുപോലൊരു കാര്യം പറയാനാണ്. ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഞാനിപ്പോ ശാരദാമ്മയോടും പറയുന്നത്. ഞങ്ങളിവിടെ സംസാരിച്ചു കൊണ്ടിരുന്നതും അങ്ങനെ ഒരു കാര്യമാണ് അമ്മേ. ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, അമ്മയുടെ മോള് ഒറീസയിലും പഞ്ചാബിലും ഒക്കെ ജോലി ചെയ്തിരുന്ന സമയത്ത് അവിടെയൊക്കെ ധാരാളം തീവ്രവാദികളെയൊക്കെ കുറെയേറെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അമ്മയുടെ മകള്. അവരൊക്കെ ഇപ്പോ ശാലിനിയോട് പകരം വീട്ടാനായി കാത്തിരിക്കുകയാണ്. പഞ്ചാബിൽ നിന്ന് ചില തീവ്രവാദ സംഘടനകളൊക്കെ നമ്മുടെ കേരളത്തിലേക്ക് കുടിയേറിയിട്ടുണ്ടെന്നും അവർ ഇവിടേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്നും അറിവ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ശാലിനിയെ പോലെയുള്ള സിവിൽ സെർവന്റ് ആണ് ശാലിനി. അത് നമ്മുടെ നാടിനും നമ്മുടെ സംസ്ഥാനത്തിനുമൊക്കെ വളരെ വിലപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിനും വളരെ വേണ്ടപ്പെട്ട നമ്മുടെ ഈ സംസ്ഥാനത്തിന് വേണ്ടി ജീവൻ പോലും കൊടുക്കാനായി തയ്യാറായി നിൽക്കുന്ന അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തികളിൽ ഒരാളാണ് ശാലിനി. അങ്ങനെയുള്ള ശാലിനിയെ പോലെയുള്ള VIPസിന് ഇതുപോലെയുള്ള തീവ്രവാദികളിൽ നിന്നൊക്കെ രക്ഷ നേടുന്നതിന് വേണ്ടി പോലീസ് പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. ഇവിടെ ശാലിനി സർക്കാരിനോട് തന്നെ തനിക്ക് അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ആവശ്യമില്ല എന്ന് നേരിട്ട് കത്ത് കൊടുത്തത് കൊണ്ട് മാത്രമാണ് ഇവിടെ ഒരു സിവിൽ ഓഫീസറെ ഇതുവരെയായിട്ടും നിയമിക്കാതിരിക്കുന്നത്. ഒരു സാധാ പോലീസുകാരനെ പോലും ഇപ്പൊ ഇവിടെ ഒരു കാവലിന് നിർത്താത്തതും അതുകൊണ്ടാണ്. എന്നാൽ ഞാൻ അക്കാര്യം സംസാരിക്കാനാണ് ഇപ്പോൾ വന്നത് തന്നെ. ശാലിനിയുടെ ആ തീരുമാനത്തിൽ നിന്ന് ശാലിനി പിന്മാറണമെന്നും പോലീസിന്റെ പ്രൊട്ടക്ഷൻ ശാലിനി സ്വീകരിക്കണമെന്നും പറയാനായിട്ടാണ് ഞാനിപ്പോ വന്നത്. ശാലിനിയുടെ ജീവൻ നമ്മുടെ സംസ്ഥാനത്തിന് വിലപ്പെട്ടതാണ്, നമ്മുടെ നാടിന് വിലപ്പെട്ടതാണ് എന്ന് ശ്രീരഞ്ജനി മേഡം പറയുമ്പോ അത് കേട്ട ശാലിനി പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല മേഡം എന്ന് ശാലിനി അറിയിച്ചു. അപ്പോഴേക്കും ശാരദാമ്മയ്ക്കും ആകെ ഞെട്ടലായി. അയ്യോ മോളെ, അങ്ങനെ പറയലടി, അങ്ങനെ എത്രയേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്റെ പൊന്നു മോള് എന്തിനാ അതിനോട് എതിർപ്പ് കാട്ടുന്നത് എന്ന് ശാരദാമ്മ പറഞ്ഞതും ശ്രീരഞ്ജനി മേഡം പറഞ്ഞു, അതുതന്നെയാ ശാരദാമ്മേ ഞാനും പറയുന്നത്. അതുകൊണ്ട് ഞാൻ അക്കാര്യം സംസാരിക്കാൻ കൂടി വന്നതാണ്. ഇവിടെ പഞ്ചാബിലൊന്നും ശാലിനിയെ ഒന്നും ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. പിന്നെയാണ് നമ്മുടെ കേരളത്തിൽ വന്ന് അവരെന്തും ചെയ്യുന്നത്. അതിനൊന്നും അവർക്ക് ധൈര്യം നമ്മൾ കൊടുക്കില്ല. എങ്കിലും ഒരു മുൻകരുതൽ എന്നോണം ആണ് ഞാൻ ഇക്കാര്യം അറിയിച്ചത് എന്ന് ശ്രീരഞ്ജനി മേഡം പറഞ്ഞു. അത് കേട്ടതും ശാലിനി പറഞ്ഞു, എന്റെ അമ്മേ, ഇതുപോലെയുള്ള VIPസിന് വേണ്ടി നമ്മുടെ സർക്കാർ ഖജനാവിൽ നിന്ന് എത്ര കോടി രൂപയാണ് ഇതുപോലുള്ള VIPസിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി ചെലവഴിച്ച് കളയുന്നെന്ന് അമ്മയ്ക്കറിയാവോ? അതോർക്കുമ്പോ എന്തിനാ വെറുതെ? നമ്മുടെ ജീവൻ ജനിച്ചാൽ ഒരിക്കൽ മരണം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലെയൊക്കെയുള്ള ധൂർത്ത് കാട്ടേണ്ട കാര്യം തന്നെയില്ല. അത് നമ്മുടെ സംസ്ഥാനത്തുള്ള പാവം ജനങ്ങൾക്ക് അത് ഉപകാരപ്പെടും, ആ തുകയെല്ലാം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ എനിക്ക് പേടിയൊന്നും ഇല്ലമ്മേ എന്ന് ശാലിനി അറിയിച്ചു. അപ്പോഴേക്കും ശ്രീരഞ്ജനി മേഡം അരികിലിരുന്ന സത്യമോളെ വിളിച്ചിട്ട് ചോദിച്ചു, മോളെ സത്യേ എന്ന് വിളിച്ചത്. സത്യമോള് ശ്രീരഞ്ജനി മേഡത്തോട് പറഞ്ഞു, ഡോണ്ട് വെറി മാം, മൈ മാം ഈസ് എ ബ്രേവ് ഗേൾ എന്ന് അറിയിച്ചു. അത് കേട്ട ഉടനെ സത്യയെ നോക്കി യൂട്യൂബ് ബേബി എന്ന ശാലിനിയുടെ മടിയിലിരിക്കുന്ന സത്യമോളെ നോക്കി ശ്രീരഞ്ജനി മേഡവും പറഞ്ഞു. അപ്പോഴേക്കും ശ്രീരഞ്ജനി മേഡത്തിന്റെ മറുപടി കേട്ട സത്യമോളെ പുഞ്ചിരിയോടെ ശാലിനിയെ കെട്ടിപ്പിടിച്ചു. എന്റെ പൊന്നുമോള് എന്ന് പറഞ്ഞ് ശാലിനി സത്യമോൾക്ക് ഉമ്മ കൊടുക്കുമ്പോ ശ്രീരഞ്ജനി മേഡം വീണ്ടും ശാരദാമ്മയോട് പറഞ്ഞു, ശാരദാമ്മയെ ഒന്നുകൂടി ഒന്ന് ആലോചിക്കാൻ ശാലിനിയോട് പറയണം. എനിക്ക് ഇവിടെ എന്റെ ഒരു ആവശ്യം ശാലിനി സ്നേഹപൂർവ്വം നിരസിക്കുന്നതുകൊണ്ട് എന്റെ ബുദ്ധിവൈഭവവും എന്റെ സാമർഥ്യവും ഇവിടെ മാത്രം ഞാൻ ശാലിനിക്ക് മുന്നിലായതുകൊണ്ട് അടിയറവ് വയ്ക്കുന്നു എന്ന് ശ്രീരഞ്ജനി മേഡം അറിയിച്ചു. ശാലിനി അപ്പൊ ചോദിച്ചു, മേഡത്തിന്റെ ഹുക്ക് ആൻഡ് ക്രൂക്ക് ആയിട്ടുള്ള ഐഡിയാസ് ഇവിടെ നടക്കുന്നില്ല അല്ലെ എന്ന് ചോദിച്ചതും ശ്രീരഞ്ജനി മേഡം പറഞ്ഞു, നിന്റെ മുന്നിലായതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല മോളെ എന്ന് ശ്രീരഞ്ജനി മേഡം ശാലിനിയോട് പറഞ്ഞു. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് ശ്രീരഞ്ജനി മേഡം ശാരദാമ്മയുടെ യാത്ര പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ ഉടനെ ശാരദാമ്മയോട് ഇരിക്കുന്ന സമയത്ത് ശാലിനി പറഞ്ഞു, മേഡത്തിന് ഞാൻ മറ്റൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാമായിരുന്നു. ഒരു 10-15 മിനിറ്റ് മേഡത്തിന് എനിക്ക് വേണ്ടി ചെലവഴിക്കാനുണ്ടെങ്കിൽ മേഡം ഇപ്പോൾ തെരഞ്ഞു നടക്കുന്ന നമ്മുടെ നാട്ടിലുള്ള തീവ്രവാദ സംഘടനകളെ കുറിച്ച് എനിക്ക് ചില ഇമ്പോർട്ടന്റ് ആയിട്ട് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ മേഡത്തിന് പാസ് ചെയ്യാമായിരുന്നു. മേഡത്തിന് അന്വേഷണത്തിന് അത് കുറച്ചുകൂടി ഉപകാരപ്പെടുമായിരുന്നു. ഇവിടെ കെട്ടിക്കിടക്കുന്ന ഇതുവരെയായിട്ടും കണ്ടെത്താൻ കഴിയാത്ത, ഇതുവരെയായിട്ടും അന്വേഷണം പൂർത്തിയാക്കാൻ കഴിയാത്ത നിർണായകമായിട്ടുള്ള പല കേസുകൾക്കും തുമ്പ് കണ്ടെത്തിയ മേഡത്തിന് ഈ തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെട്ടുള്ള ആ ഇൻഫർമേഷൻ കൂടുതൽ പ്രയോജനകരമായിരിക്കും എന്ന് ശാലിനി അറിയിച്ചു. അത് കേട്ടതും ശ്രീരഞ്ജനി മേഡം ഓക്കെ, അതിനെന്താ ശാലിനി പറഞ്ഞോളൂ എന്ന് സമ്മതിച്ചു.
അങ്ങനെ ശാലിനി ശ്രീരഞ്ജിനി മേഡത്തോട് ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ കേരളത്തിൽ തന്നെ ഇതുപോലെ ധാരാളം ആളുകളുണ്ട്, അപ്പൊ പിന്നെ എന്തിനാണ് മേഡം നമ്മുടെ ജീവൻ എടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ എന്നെ പോലെയുള്ളവരെ ഇല്ലാതാക്കാൻ പുറത്തുനിന്ന് പഞ്ചാബിൽ നിന്നും ഒറീസയിൽ നിന്നും ഒക്കെ ആള് വരേണ്ട കാര്യമൊന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞ് ശാലിനി അതിന്റെ ഡീറ്റെയിൽസ് ശ്രീരഞ്ജിനി മേഡത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ശാരദാമ്മ അവിടെ നിന്ന് പതുക്കെ ഒഴിഞ്ഞു മാറുന്നു. ശാരദാമ്മ പറയാനായി വന്ന കാര്യം സംസാരിക്കാതെ വിഷമത്തോടെ അവിടെ നിന്ന് പോകുമ്പോ ശാരദാമ്മ എന്തോ കാര്യമായി സംസാരിക്കാനായി വന്നതായിരുന്നുവെന്ന് അവിടെ അടുത്തു നിന്നിരുന്ന ശാന്തയ്ക്ക് മനസ്സിലായി. ശാരദാമ്മ ഒന്നുകൂടി പിന്തിരിഞ്ഞു നോക്കിയിട്ട് വളരെ വിഷമത്തോടെ അവിടെ നിന്ന് പോകുന്നത് കണ്ട് ശാന്തയും അവിടുന്ന് മാറി. ആ സമയത്ത് ഗോപാലകൃഷ്ണൻ അരികിലേക്ക് ശാരദാമ്മ എത്തിയതും ഗോപാലകൃഷ്ണൻ ചോദിച്ചു, എന്താ ശാരദേ, നീ സംസാരിച്ചോ മോളോട് എന്ന് ചോദിച്ചതും ശാരദാമ്മ പറഞ്ഞു, ഓ അതുകൊണ്ടൊന്നും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല ഗോപാലേട്ടാ. അതെ, വേറൊന്നുമല്ല, സ്വന്തം ജീവന് പോലും വലിയ വില കൽപ്പിക്കാത്ത നമ്മുടെ മോള് ഇങ്ങനെ ഒരു ആവശ്യത്തിന് നമ്മുടെ ഒപ്പം കൂടെ നിൽക്കുവോ? എന്തായാലും അത് വേണ്ടെന്ന് ഞാൻ അങ്ങ് വെച്ചു ഗോപാലേട്ടാ. എന്തായാലും നാളെ രാവിലെ തന്നെ ക്ഷേത്രത്തിൽ പോകണം. എന്തെങ്കിലുമൊക്കെ പാപപരിഹാര ക്രിയകൾ ഉണ്ടെങ്കിൽ അതെല്ലാം നടത്തണം. ദോഷപരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യുകയും വേണം. അതാണ് ഇനി ഏക പോംവഴി. എന്തെങ്കിലുമൊക്കെ ആപത്ത് നമ്മുടെ മോളെ വന്ന് പിടികൂടാതിരിക്കാനുള്ള മാർഗം ഇനി അത് മാത്രമേ ഉള്ളൂ. ദൈവം തീരുമാനിക്കട്ടെ ഇനി എന്താ വേണ്ടതെന്ന് എന്നെല്ലാം ശാരദാമ്മ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ കയ്യിൽ വിട്ടുകൊടുക്കുന്നു എന്ന് പറഞ്ഞ് ശാരദാമ്മ അങ്ങനെ ഇരിക്കുമ്പോ ഗോപാലകൃഷ്ണൻ ശാരദാമ്മയുടെ സങ്കടം കേട്ട് വിഷമത്തിലാവുന്നു. അതിനുശേഷം പിറ്റേന്ന് രാവിലെ കുടുംബശ്രീ ഹോട്ടലില് എല്ലാവരും ഭക്ഷണം കഴിക്കാനായി വന്നിരിക്കുന്നു. ഈ സമയത്ത് അപ്രതീക്ഷിതമായി ആ കുടുംബശ്രീ ശാരദാമ്മയുടെ വീട്ടുപടിക്കലേക്ക് ഒരു കാർ വന്നു. ആ കാറിൽ നിന്ന് പ്രശസ്തരായ 2 സിനിമാ താരങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അവരെ കണ്ടതും ആ കുടുംബശ്രീ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ എല്ലാവരും അതിശയത്തോടെ നോക്കി. ശാന്തേച്ചിക്കും വലിയ സന്തോഷമായി. ശാന്തേച്ചി ഉടനെ തന്നെ അതിശയപ്പെട്ട് അങ്ങനെ നിൽക്കുമ്പോ അവിടെ ഭക്ഷണം കഴിക്കാൻ ഇരുന്നവർ ചോദിച്ചു, അല്ല ശാന്തേ, ആ വന്നത് ആരൊക്കെയാണ്? അപ്പോഴേക്കും ആ വന്നിറങ്ങിയ ആളുകൾ ആരൊക്കെയാണെന്ന് കൃത്യമായി ശാന്തേച്ചിയെ പറഞ്ഞു കൊടുത്തു. അത് നമ്മുടെ സിനിമാ താരം സൈജു കുറുപ്പ്, മറ്റേത് നമ്മുടെ സ്വന്തം കലാരഞ്ജിനി ചേച്ചി. അവർ രണ്ടുപേരും പ്രശസ്തരായ സിനിമാ താരങ്ങളല്ലേ എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ അവിടെ വന്ന് ഭക്ഷണം കഴിക്കാൻ വന്നവർക്കൊക്കെ വളരെയേറെ അതിശയമായി. എല്ലാവരും ആകാംക്ഷയോടെ മുറ്റത്തേക്ക് നോക്കുന്നു. അപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങി വന്ന സത്യമോള് കാറിൽ നിന്നിറങ്ങിയ സൈജുവിനെ കണ്ടത്. ഈ സമയത്ത് കലാരഞ്ജിനി സൈജുവിനോട് പറഞ്ഞു, ദാ ഇതാണ് സൈജു, പ്രശസ്തിയാർജിച്ച അല്ലെങ്കിൽ പ്രശസ്തമായ കുടുംബശ്രീ ഹോട്ടൽ. കുടുംബശ്രീ ശാരദയുടെ ഈ കുടുംബശ്രീ ഹോട്ടലിലെ ഫുഡിനെ കുറിച്ച് ഈ നാട്ടിലെല്ലായിടത്തും പാട്ടാണ്. അത്രയേറെ രുചികരമായിട്ടുള്ള ഭക്ഷണമാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. അത് കേട്ട ഉടനെ സൈജു പറഞ്ഞു, ആണോ, എന്നാ നമുക്ക് കഴിച്ചു നോക്കാം എന്ന് പറഞ്ഞ് അവർ ഭക്ഷണം കഴിക്കാനായി ഹോട്ടലിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി വന്ന സത്യമോള് സൈജുവിനെ കണ്ടു. അപ്പൊ തന്നെ അയ്യോ അറയ്ക്കൽ അബു എന്ന് പറഞ്ഞുകൊണ്ട് ഭയത്തോടെ അകത്തേക്ക് ഓടിപ്പോകുന്നു. അപ്പോ രാവിലെ തന്നെ ചില ഫയലുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ശാലിനി. ശാലിനിയുടെ അരികിലേക്ക് സത്യമോള് ഓടിയെത്തിയിട്ട് പറഞ്ഞു, അമ്മേ അമ്മേ, കുടുംബശ്രീ ഹോട്ടലില് എന്ന് പറഞ്ഞത് ശാലിനിക്കാകെ ടെൻഷനായി. എന്താ മോളെ, എന്താ പറ്റിയത്? അവിടെ അവിടെ എന്ന് പറഞ്ഞ് മോള് വല്ലാത്ത ഭയത്തോടെ പറയുന്നത് കണ്ടതോടെ ശാലിനിയുടെ മനസ്സിലേക്ക് എത്തിയത് കഴിഞ്ഞ രാത്രിയിൽ ശ്രീരഞ്ജൻ ചേച്ചി വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞ ആ തീവ്രവാദികളെ കുറിച്ചുള്ള വാക്കുകളായിരുന്നു. ഇനി അവരെങ്ങാനും വന്നതാണോ എന്ന ഭയത്തോടെ വേഗം ശാലിനി പുറത്തേക്ക് ഇറങ്ങി. വേഗം തന്നെ ഹോട്ടലിലേക്ക് ശാലിനി തന്റെ കൂടെ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരെയും കൂട്ടി ശാലിനി ഹോട്ടലിലേക്ക് വന്നെത്തുന്നു. ഹോട്ടലിലേക്ക് വന്നു കയറിയ ശാലിനി കാണുന്നത് അവിടെ കലാരഞ്ജനിയുടെയും സൈജു കുറുപ്പിന്റെയും ചുറ്റും അവിടെ ഭക്ഷണം കഴിക്കാനായി എത്തിയ ആളുകൾ കൂടി നിന്ന് അവർ ഓരോരുത്തരും സെൽഫി എടുക്കാനുള്ള ആ ഒരു ബഹളമാണ് അവിടെ കണ്ടത്. ശാലിനി അകത്തേക്ക് കയറി വന്നതും ശാലിനിയെ കണ്ടതോടെ അവർക്കും വലിയ സന്തോഷമായി. ശാലിനി അരികിലേക്ക് എത്തി രണ്ടുപേരോടും നമസ്കാരം പറയുന്നു. നിങ്ങൾ രണ്ടുപേരുടെയും ചിത്രങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരുടെയും അഭിനയം എനിക്ക് വളരെയേറെ ഇഷ്ടമാണ്. നിങ്ങൾ രണ്ടുപേരും വളരെ മികച്ച കഴിവുള്ളവരാണ് എന്നെല്ലാം ശാലിനി അവരെ പ്രശംസിച്ചു. അതെല്ലാം കേട്ട ഉടനെ സൈജു കുറുപ്പ് പറഞ്ഞു, താങ്ക് യു എന്ന് പറഞ്ഞതിന് ശേഷം, ഞങ്ങൾ രണ്ടുപേരും അഭിനയിക്കുന്ന ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടി പുതിയ ഫിലിമാണ് ഭരതനാട്യം എന്ന് പറയുന്നത്. അത് നിങ്ങൾ എല്ലാവരും കാണണം. ഇതാണ് ആ സിനിമ എന്ന് പറഞ്ഞ് അതിന്റെ ട്രെയിലർ ഇതാണെന്ന് പറഞ്ഞ് തന്നെ മൊബൈൽ ഫോണിലുള്ള ആ ട്രെയിലർ
സൈജു കുറുപ്പ് ശാലിനിയെ കാണിച്ചു കൊടുത്തു. ശാലിനി ആഹാ എന്ന് പറഞ്ഞ് അത് വാങ്ങിക്കുകയും ഞാൻ ശാരദാമ്മയുടെ മകളാണ് ശാലിനി എന്ന് ശാലിനി പരിചയപ്പെടുത്തിയതിനു ശേഷമാണ് സൈജുവിന്റെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങിക്കുന്നത്. ഈ സമയത്തിനുള്ളിൽ കളാരഞ്ജലി ചോദിച്ചു, അല്ല ശാരദ എവിടെ എന്ന് അന്വേഷിച്ചതും അമ്മ രാവിലെ ക്ഷേത്രത്തിൽ പോയിരിക്കുകയാണ് എന്ന് ശാലിനി മറുപടിയും നൽകി. അതിനുശേഷം സൈജു കുറുപ്പ് തനിക്ക് നേരെ നീട്ടിയ ആ മൊബൈൽ ഫോണിലെ ആ ട്രെയിലർ ശാലിനി കണ്ടു. അങ്ങനെ ആ ട്രെയിലർ ആസ്വദിച്ചതിന് ശേഷം ശാലിനി സൈജു കുറുപ്പിനോടും കലാരഞ്ജനോടും പറഞ്ഞു, കൊള്ളാം, നല്ല അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്, എന്തായാലും തീർച്ചയായിട്ടും ഞങ്ങളത് കാണും, തിയേറ്ററിൽ പോയി തന്നെ കാണും എന്ന് ശാലിനി അവർക്ക് വാക്ക് കൊടുക്കുമ്പോ അരികിൽ നിന്ന് ആ സത്യമോള് പറഞ്ഞു, അമ്മേ എനിക്ക് എന്തായാലും ഈ സിനിമ കാണണം, എനിക്ക് ഒത്തിരി ഇഷ്ടമായി എന്ന് മോള് പറഞ്ഞത് കേട്ട് ചിരിയോടെ മോളെ ചേർത്ത് പിടിച്ചു. അതിനെന്താ, നമുക്ക് പോകാമല്ലോ എന്ന് ശാലിനി വാക്ക് നൽകുന്നു.